നമസ്കാരം. ലോകാരോഗ്യ സംഘടനയ്ക്ക് നൽകാൻ ഇനി പണമില്ല. കാശുള്ളവർ ചികിത്സിച്ചാൽ മതി. പരിസ്ഥിതി സംരക്ഷണം തട്ടിപ്പാണ്. അതിന് നയാച്ചില്ലി തരില്ല. നാട്ടിൻപുറത്ത് സമുദായ സംഘടനകളുടെ അധ്യക്ഷന്മാരായി ചില പ്രമാണിമാർ വരുമ്പോൾ നടത്തുന്നത് പോലെ രണ്ട് പ്രഖ്യാപനം അമേരിക്കയുടെ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് നടത്തി. ചുമതലയേറ്റത് ഏതെങ്കിലും സമുദായ സംഘടനയുടെ പ്രസിഡന്റ് അല്ല. അമേരിക്ക എന്ന ലോകത്തെ സ്വത്ത് മുഴുവൻ ഊറ്റിയെടുക്കുന്ന രാജ്യത്തിന്റെ പ്രസിഡന്റാണ്. പാരീസ് ഉടമ്പടിയാണ് പരമപ്രധാനമെങ്കിലും അതിൽ നിന്നുള്ള പിന്മാറ്റത്തിലേക്ക് അവസാനം വരാം. ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് അമേരിക്ക പിന്മാറിയാൽ അത് ലോകത്തെ പിടിച്ചുലയ്ക്കുക തന്നെ ചെയ്യും. എന്തുകൊണ്ടെന്നാൽ ആ സംഘടനയുടെ ബജറ്റിന്റെ 18% നൽകുന്നത് അമേരിക്ക എന്ന രാജ്യം ഒറ്റയ്ക്കാണ്. കഴിഞ്ഞ 2 സാമ്പത്തിക വർഷം HIV ചികിത്സയ്ക്ക് ലോകാരോഗ്യ സംഘടന ചെലവഴിച്ചതിന്റെ 75% മുടക്കിയത് അമേരിക്കയാണ്. ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിന് സംഘടന ചെലവാക്കിയതിന്റെ 50% അമേരിക്കയുടേതായിരുന്നു. 2022 മാത്രം $1580 കോടി ഏകദേശം 1.25 ലക്ഷം കോടി രൂപയ്ക്ക് തുല്യമായ തുകയാണ് അമേരിക്ക WHO നൽകിയത്. ഇത് അമേരിക്കയുടെ ദാനമൊന്നുമല്ല, ലോകത്തോടുള്ള ഉത്തരവാദിത്തമാണ്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. അതിതീവ്ര മുതലാളിത്ത നിലപാടുമായി അമേരിക്ക എത്ര കാലം? കോവിഡ് വന്നപ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ ഇടപെടൽ ഫലപ്രദമായിരുന്നില്ല. അതിനാൽ പിൻവാങ്ങുന്നു. ഇങ്ങനെയാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. യുക്രൈൻ പലസ്തീൻ യുദ്ധങ്ങൾ, സിറിയയിലെയും ലബനനിലെയും അതീവ ദയനീയ സ്ഥിതി, ആഫ്രിക്കയിലെങ്ങും പകർച്ചവ്യാധികളും യുദ്ധങ്ങളും, ഏഷ്യയിലെ ദരിദ്ര രാജ്യങ്ങളിൽ പ്രകൃതിക്ഷോഭത്തെ തുടർന്നുള്ള രോഗങ്ങൾ, ഇങ്ങനെ സർവത്ര കഷ്ടപ്പാടിന് നടുവിലാണ് ലോകരാഷ്ട്രങ്ങൾ. $150 കോടി അഥവാ 13,000 കോടി രൂപ കൂടി അടിയന്തരമായി എത്തിക്കണം എന്ന് ലോകരാഷ്ട്രങ്ങളോട് WHO കഴിഞ്ഞ ദിവസമാണ് അഭ്യർത്ഥിച്ചത്. അമേരിക്ക ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറിയാൽ അത് അമേരിക്ക നൽകുന്ന 1.25 ലക്ഷം കോടി രൂപയ്ക്ക് തുല്യമായ തുകയുടെ കുറവ് മാത്രമല്ല ഉണ്ടാക്കുക. അമേരിക്ക എന്ന രാഷ്ട്രം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്നത് ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷനാണ്. 2022 ലും 2023 ലോകാരോഗ്യ സംഘടനയുടെ മൊത്തം വരുമാനത്തിന്റെ 12.7% നൽകിയത് ബിൽ ഗേറ്റ്സ് ആണ്. അമേരിക്ക പിന്മാറിക്കഴിഞ്ഞാൽ അമേരിക്കയിൽ നിന്നുള്ള ഈ കാരുണ്യ സംഘടനയുടെ സഹായം തുടരുമോ എന്ന സംശയം ഉയരും. ഇതിനൊപ്പം അമേരിക്കയിൽ നിന്നുള്ള മറ്റ് കാരുണ്യ സംഘടനകളാണ് 8% തുക നൽകുന്നത്. എല്ലാം ചേർന്ന് ലോകാരോഗ്യ സംഘടനയുടെ 45% വരുമാനം അമേരിക്കയുമായി ബന്ധപ്പെട്ടാണ്. അതാണ് ഒറ്റയടിക്ക് സംശയത്തിലാകുന്നത്. ഗാസയിൽ ഇപ്പോൾ ഇസ്രയേൽ നടത്തിയ ആക്രമണം നോക്കുക. വല്ലപ്പോഴും അവിടേക്ക് പ്രവേശിക്കാൻ അനുമതി കിട്ടിയത് ലോകാരോഗ്യ സംഘടനയ്ക്ക് മാത്രമാണ്. ലോകാരോഗ്യ സംഘടന അയച്ച ട്രക്കുകൾക്ക് മാത്രമാണ് ഇടവേളകളോടെയാണെങ്കിലും അതിർത്തിയിലേക്ക് കടക്കാൻ കഴിഞ്ഞത്. 500 ട്രക്കെങ്കിലും ചെല്ലേണ്ട സ്ഥാനത്ത് 50 പോലും എത്താത്ത ആഴ്ചകൾ ഉണ്ടായിരുന്നു. അതുകൂടി ചെന്നില്ലായിരുന്നെങ്കിലോ? ലോകാരോഗ്യ സംഘടന എത്തിച്ച മരുന്നുകളും ആഹാരവുമാണ് അവിടെ മിസൈൽ പതിച്ച് ജീവൻ പോകാത്തവരെ ജീവനോടെ നിലനിർത്തിയത്. റുവാണ്ടയിലും കെനിയയിലും സുഡാനിലും സംഭവിക്കുന്നത് നോക്കുക. റെഡ് ക്രോസിനും ലോകാരോഗ്യ സംഘടനയ്ക്കും അല്ലാതെ മറ്റാർക്കും അവിടെ പ്രവേശിക്കാൻ കഴിയുന്നില്ല. ഉഗാണ്ടയിലും കാമറൂണിലും അതിതീവ്ര സംഘടനകൾ യുദ്ധം ചെയ്യുന്ന മേഖലകളിലും ഇത് തന്നെ സ്ഥിതി. കോങ്കോയിൽ രക്തച്ചൊരിച്ചിൽ തുടരുന്ന എത്ര അട്ടിമറികളാണ് കഴിഞ്ഞ 3-4 വർഷത്തിനിടെ നടന്നത്. അവിടെയും സഹായം എത്തിക്കുന്നത് ലോകാരോഗ്യ സംഘടനയാണ്. ഗിയന്ന, ജിബൂട്ടി, എത്യോപ്യ, അൾജീരിയ, മൊറോക്കോ, ഘാന, ഗാംബിയ, ഇങ്ങനെ ആഭ്യന്തര യുദ്ധം കൊടുമ്പിരിക്കൊള്ളുന്ന രാഷ്ട്രങ്ങളിൽ മാത്രമല്ല ലോകാരോഗ്യ സംഘടനയുടെ ആവശ്യമുള്ളത്. കോവിഡ് വന്നപ്പോൾ, പന്നിപ്പനി പകർന്നപ്പോൾ, എലിപ്പനിയും പക്ഷിപ്പനിയും നിപ്പയുമെല്ലാം ആക്രമിക്കുമ്പോൾ ലോകത്തിന് വഴി കാണിക്കുന്നത് ലോകാരോഗ്യ സംഘടനയാണ്. കോവിഡ് കാലത്തെ ഇടപെടൽ പര്യാപ്തമായിരുന്നില്ല എന്ന പേരിലാണ് ഇപ്പോൾ ട്രംപ് സഹായം വെട്ടിക്കളഞ്ഞത്. കോവിഡ് കാലത്ത് ലോകാരോഗ്യ സംഘടന ഇല്ലാതിരുന്നെങ്കിലോ? പ്രതിരോധ മരുന്ന് ലോകത്തെ പകുതി ജനങ്ങളിലും എത്തുമായിരുന്നില്ല. അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ചൈനയും കഴിഞ്ഞാൽ
സ്വന്തമായി മരുന്ന് കണ്ടുപിടിച്ച ഇന്ത്യയും റഷ്യയും കൂടി പിടിച്ചു നിൽക്കുമായിരിക്കും. മറ്റ് രാജ്യങ്ങളിലെ ജനത എന്തു ചെയ്യുമായിരുന്നു? ലോകാരോഗ്യ സംഘടനയിൽ നിന്നുള്ള പിന്മാറ്റത്തേക്കാൾ ദൂരവ്യാപക ഫലങ്ങൾ ഉണ്ടാക്കുന്നത് പാരീസ് ഉടമ്പടിയിലെ പിന്മാറ്റമാകും. 2024 ലോകത്തെ ഏറ്റവും ചൂട് കൂടിയ വർഷം. ഇനിയുള്ള വർഷങ്ങളും അതുപോലെയോ അതിലേറെയോ ചൂടുള്ളതാകും. അങ്ങനെ ലോകം ചുട്ടുപൊള്ളാൻ കാരണം കാർബൺ പുറന്തള്ളലാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ കാർബൺ പുറന്തള്ളുന്ന രാജ്യം അമേരിക്കയാണ്. അതുകൊണ്ട് തന്നെ ആഗോള താപനില ഉയരുന്നതിൽ മുഖ്യ ഉത്തരവാദിയും അമേരിക്കയാണ്. ആ അമേരിക്കയാണ് കരി പുറന്തള്ളുന്നത് കുറയ്ക്കാനുള്ള പാരീസ് ഉടമ്പടിയിൽ നിന്ന് പിന്മാറുന്നത്. ഇതാദ്യമല്ല ഈ പിന്മാറ്റം. 2015 നിലവിൽ വന്ന പാരീസ് ഉടമ്പടിയിൽ നിന്ന് 2017 ട്രംപ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അമേരിക്ക പിന്മാറിയതാണ്. 2020 അധികാരമേറ്റ ജോ ബൈഡൻ ആദ്യം ഒപ്പിട്ട ഉത്തരവുകളിൽ ഒന്ന് പാരീസ് ഉടമ്പടിയിൽ തിരികെ പ്രവേശിക്കുന്നതായിരുന്നു. ഇപ്പോൾ ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയപ്പോൾ ആദ്യം ചെയ്തിരിക്കുന്നത് ഈ ഉടമ്പടിയിൽ നിന്നുള്ള പിന്മാറ്റമാണ്. ആഗോള താപനം ഉയരുന്നതിൽ മനുഷ്യന് പങ്കില്ല എന്ന തീവ്ര ഇവാഞ്ചലിക്കൽ നയമാണ് ട്രംപ് എക്കാലവും പുലർത്തിയിരുന്നത്. എല്ലാം ദൈവനിശ്ചയമാണെന്ന പേരിൽ കരി പുറന്തള്ളുന്നതിന് നിയന്ത്രണം ഒഴിവാക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അമിത ലാഭത്തെ മാത്രം ആശ്രയിക്കുന്ന മുതലാളിത്ത നയമാണ് ഇത്. വ്യവസായവൽക്കരണ കാലത്തെ ശരാശരിയിൽ നിന്ന് ആഗോള താപനില ഒരിക്കലും 2 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ ഉയരാതെ നോക്കുക. ഇതിനൊപ്പം തന്നെ താപനിലയിലെ വർധന 1.5 ഡിഗ്രി സെൽഷ്യസ് എന്ന നിലയിലേക്ക് കുറച്ചുകൊണ്ടുവരിക. ഈ 2 കാര്യങ്ങളും അംഗീകരിച്ച് അമേരിക്ക ഉൾപ്പെടെ 196 രാജ്യങ്ങൾ ഒപ്പുവെച്ചതാണ് കരാർ. ഒബാമ മുൻകൈയെടുത്ത് ഒപ്പിട്ട് ട്രംപ് പിന്മാറി ബൈഡൻ വീണ്ടും ചേർന്ന കരാറിൽ നിന്ന് അമേരിക്ക പിന്നെയും പുറത്തുപോയി. ഡൊണാൾഡ് ട്രംപ് പ്രചാരണകാലം മുഴുവൻ ആവർത്തിച്ചതാണ് പാരീസ് കരാറിൽ നിന്നുള്ള പിന്മാറ്റം. ഈ ഉടമ്പടിയിൽ തുടർന്നാൽ അമേരിക്കയുടെ വ്യവസായങ്ങൾ തകരും എന്നാണ് വാദം. കരി പുറന്തള്ളുന്നത് തടയാൻ വലിയ തോതിൽ പണം മുടക്കുന്നതിലൂടെ ലാഭക്ഷമത ഇല്ലാതാകും. ചൈന വ്യവസായത്തിൽ ഒന്നാമതെത്തും. ട്രംപിന്റെ ഈ വാദത്തിന് അമേരിക്കൻ വ്യവസായ ലോകത്തിന്റെ വലിയ പിന്തുണ ലഭിച്ചിരുന്നു. അതിന്റെ കൂടി ഫലമായിരുന്നു ട്രംപിന് വേണ്ടി പ്രചാരണത്തിൽ ഒഴുകിയ കോടികൾ. മാനവികത എന്നും കാരുണ്യമെന്നുമൊക്കെ വിളിക്കാവുന്ന 2 വമ്പൻ കാര്യങ്ങളിൽ നിന്നാണ് അമേരിക്ക ഇപ്പോൾ പിന്മാറിയത്. കഴുത്തറുപ്പൻ മുതലാളിത്ത നയങ്ങളിൽ നിന്ന് ബരാക് ഒബാമയുടെ കാലത്ത് അമേരിക്ക മാറി നടക്കാൻ തുടങ്ങിയതായിരുന്നു. ജർമ്മനിയിലും മറ്റും തീവ്ര വലത് നിലപാടുകാർ മാറിയ സമയത്തും ഈ വഴിമാറി നടത്തം പ്രകടമായിരുന്നു. ഇപ്പോൾ യൂറോപ്പിലെ വലിയ രാജ്യമായ ജർമ്മനിയിലും ഭരണമാറ്റവും നയം മാറ്റവും പ്രകടമായി. ഫ്രാൻസും ബ്രിട്ടനും തീവ്ര വലത് നിലപാടുകൾക്ക് വഴിപ്പെട്ടു. ആഗോള താപനില ഉയർന്നാലും ലോകാരോഗ്യ സംഘടന തളർന്നാലും അനുഭവിക്കാൻ പോകുന്നത് ലോകത്തെ 800 കോടി ജനതയാണ്. അമേരിക്കയിലെയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലെയും കഷ്ടി 50 കോടി ജനത സ്വന്തം പണത്തിന്റെ വലിപ്പം കൊണ്ട് ഈ പ്രതിസന്ധി മറികടന്നേക്കും. മറ്റുള്ളവർക്ക് അനുഭവിക്കുക എന്നല്ലാതെ മറ്റൊരു വഴിയും ഇനി മുമ്പിലില്ല. സ്പോട്ട്ലൈറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയവുമായി. നമസ്കാരം.